ഋഷു സ്കൂളില്ലാതെ വീട്ടിലിരിക്കുന്ന ദിവസം ഉണ്ടല്ലോ ഇക്കാനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പൈസ ചോദിക്കൂട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഓനൊരു പൈസ കുറ്റി ഉണ്ട്, അതിൽ ഇടാനാണ്. അപ്പൊ ഇക്ക 10 രൂപ 20 രൂപയൊക്കെ കൊടുക്കണേ പറയും. ഇപ്പൊ അപ്പം എന്താ ഈ 10 20 ഒക്കെ തരുന്നു, ഒരു 100 500 തന്നോടേന്ന്. ഇത് വാങ്ങണീന്റെ മുമ്പ് എന്റെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പോയി മിഠായി വാങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഓടി വന്നതിലിടും. ഇത് നല്ലൊരു കാര്യമാണല്ലോ അല്ലെ, ചെറുപ്പത്തിലെ സേവിങ്സ് ഒക്കെ പഠിക്കണത്. ഇത് കാണുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ, എനിക്കും ഇതുപോലെ പൈസ സേവ് ചെയ്യണം. അപ്പൊ ഞാൻ ഇക്കാനോട് പറയും എനിക്ക് ഇതുപോലത്തെ ഒന്ന് വാങ്ങിക്കൊണ്ടുവരുവേണ്ടി. അപ്പൊ ഇക്ക പറയും പിന്നെ കുട്ടികൾ അങ്ങനെയൊക്കെ സേവിങ്സ് ചെയ്യാന്ന്. പക്ഷെ ഇക്കന്നെ ശരിക്കും സർപ്രൈസ് ആയിട്ട് ഞെട്ടിച്ചു കേട്ടോ. ഞാൻ ഇത്രക്കും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്ത് രസാ കാണാൻ. ഇതിൽ പൈസ സേവ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ഷോക്കേസിലൊക്കെ ഷോപ്പീസ് ആയിട്ട് വെക്കുകയും ചെയ്യാം. നമ്മളിതിൽ പൈസ ഇടുമ്പോണ്ടല്ലോ നമുക്ക് എത്രയാണ് ഇടുന്നത് എന്ന് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റൂട്ടോ. അല്ലാതെ നിറഞ്ഞിട്ട് പിന്നെ എടുത്ത് എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടോ, 1 ലക്ഷം വരെ നമുക്കിതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല കേട്ടോ, ഇത് റീയൂസബിൾ ആണ്. നമ്മളിതിൽ പൈസ നിറഞ്ഞു കഴിയുമ്പോൾ ഇതിന്ന് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്കിത് വാങ്ങി തന്നത് പേപ്പർ ഫ്രം ക്രാഫ്റ്റിക്ക് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓല ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓല വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഇത് വാങ്ങി തന്നതാണല്ലോ. അപ്പൊ ഇക്കാന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ വാങ്ങി ഞാനിപ്പോൾ ആദ്യം ഇതിൽ ഇടുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താണെങ്കിലും ഹാപ്പി ആയിട്ടോ. ഇനിയിപ്പോൾ സേവിങ്സ് ഒക്കെ തുടങ്ങാലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഇക്കാന്റെ കാര്യമാവും ഇനിയിപ്പോൾ കഷ്ടത്തിലാവല്ലേ. ഇനിയിപ്പോൾ ഋഷുവിനും പൈസ കൊടുക്കേണ്ടി വരും, എനിക്കും തരേണ്ടി വരും. പാവം ഇക്ക.